സംഗീത് വാചക് വിശേഷൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡില് സംഗീത് വാചക് വിശേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെ, നമ്മൾ ഈ എപ്പിസോഡിൽ മൊത്തമായിട്ട് വിശേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന്റെ ടൈപ്സിൽ ഇപ്പം നമ്മൾ ഇന്നും പറയാൻ പോണത് സംഗീത് വാചക് വിശേഷനാണ്. എന്താണ് ഈ സംഗീത് വാചക് വിശേഷൻ? അതിന്റെ മുമ്പേ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, എന്താണ് संकेत वाचक विशेषण? जो शब्द किसी वस्तु, വ്യക്തി या स्थान की ओर संकेत करता है. संकेत എന്ന് പറഞ്ഞാൽ എന്താ? ഇഷാര അല്ലെ. നമ്മള് ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് അല്ലെ. ഒരു സ്ഥലത്തെ ആവാം, പേരിനെ ആവാം, സാധനത്തിനെ ആവാം. പോയിന്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? संकेत वाचक विशेषण എന്ന് പറയണത്. കോൺസ, കോൺസി, കോൺസി അല്ലെ. ഏത്, എങ്ങനെ, എന്ത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് പറയണത്? സംകേത് വാചക് വിശേഷൺ എന്ന് പറയണത്. വഹ് കിതാബ് കിസ്കി ഹെ, ആ ബുക്ക് ആരുടേതാണ്? യ പെൻ മേരാ ഹെ, ഈ പെണ്ണ് എന്റേതാണ്. നമ്മൾ ഒരു സാധനത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യാണ്, പോയിന്റ് ഔട്ട് ചെയ്യാണ്. വഹ് ഫൂൽ ബഹുത് സുന്ദർ ഹെ, ആ പൂവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പറയാറുണ്ട്, ചില കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ നമ്മൾ പറയില്ലേ, ആ കൊച്ചിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്യാണ് അല്ലെ, എന്തെങ്കിലും ഒരു സാധനത്തിനെ ഫോക്കസ് ചെയ്യാണ്, ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? സംകേത് വാചക് വിശേഷൻ എന്ന് പറയാറ്. എന്താ പറയാറ്? സംകേത് വാചക്, പോയിന്റ് ചെയ്യാണ് നമ്മൾ അല്ലെ. ജബ് യഹ വഹ യേ വേ സംജ്ഞാ കെ സാത്ത് ആയി അല്ലെ. നമ്മള് യഹ വഹ വേ യേ ഒക്കെ എന്താണ്? നൗണിന്റെ കൂടെ വരാണ്. അത് ശരിക്കും വിശേഷനാണ്. ഒറ്റയ്ക്ക് വരുമ്പോ എന്തായി മാറിയത്? എന്താണത്? സംകേത് വാചകാണ്. യഹ് കിതാബ് അച്ഛി ഹെ, സംകേത് വാചകാണ്. യഹ് അച്ഛി ഹെ എന്ന് മാത്രം വരുമ്പോൾ അത് സർവനാമായിട്ട് മാറും, പ്രോണോൺ ആയിട്ട് മാത്രം മാറാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ്? കോൺസി ചീസ്, കോൺസ വ്യക്തി. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുട്ടികൾ കളിക്കുകയാണ്, അതിൽ ഒരാളെ മാത്രം ഞാൻ ഫോക്കസ് ആയിട്ട് പറയുമ്പോൾ അതിന് നമുക്ക് ആൻസർ കിട്ടുകയാണ്. സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്? സംകേത് വാചക് വിശേഷൻ അല്ലെ. ആരെയാണോ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് യഹ് ഘർ ബഡാ ഹെ, ഈ ഒരു വീട് വലുതാണ്. സംകേത് വാചകാണ്. നമ്മൾ ഒരു വീടിനെ മാത്രമാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെ. വഹ ലഡ്കി ഹോഷിയാർ ഹെ, ആ പെൺകൊച്ച് നല്ല ക്ലവറാണ്. ആ കൊച്ചിനെ മാത്രമാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ യഹ വഹ യേ വേ ऐसा വ്യവഹാർ ठीक नहीं, ഇങ്ങനത്തെ ബിഹേവിയർ ശരിയല്ല. നമ്മൾ ചിലപ്പോ ഒക്കെ ചീത്ത പറയാറുണ്ട് അല്ലെ, പാരന്റ്സ് നമ്മളെ വഴക്ക് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ പോയിന്റ് ഔട്ടിങ് ആണ്, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാറ്? സംകേത് വാചക്. എന്താണ് പറയാറ്? സംകേത് വാചക് വിശേഷൻ എന്ന് പറയും. ഡാഷ് കിതാബ് ബഹുത് അച്ഛി ഹെ, യഹ കിതാബ്, ശരിയല്ലേ, ഈ ബുക്ക് ഒരുപാട് നല്ലതാണ്. നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും, ഈ ബുക്ക് എടുത്ത് വായിച്ചു, ഇത് ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അല്ലെ. വേ ലഡ്കെ मैदान में खेल रहे हैं, ആ ബോയ്സ് ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. ആരെങ്കിലും നമ്മളോട് ചോദിക്കാണ്, ആ ബോയ്സിനെ കണ്ടിരുന്നോ? അപ്പൊ നമ്മൾ പറയും അല്ലെ, എന്താ, ആ ബോയ്സ് ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സംകേത് വാചക് വിശേഷൻ എന്ന് പറയുന്നത്. വൺസ് മോർ, जो शब्द किसी व्यक्ति, वस्तु या स्थान की ओर इशारा करे या संकेत करे उसे हम संकेत वाचक विशेषण कहते हैं. ഇതേപോലത്തെ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.